നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമുക്ക് വീട്ടിൽ വെച്ച് തീർക്കാവുന്ന ഈ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ വന്ന് ഈ വനിതാ കമ്മീഷൻ മുമ്പിൽ എഴുന്നള്ളിക്കേണ്ട ഒരു കാര്യം നിന്നെപ്പോലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് അത് വനിതാ കമ്മീഷൻ എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഡൈവോഴ്സിന് ചോദിക്കും. എനിക്ക് എല്ലാം പറയാണ്ട് ചോദിക്കുകയാണ്, ആളുകൾക്കൊന്നും കമ്മീഷൻ ഇല്ലേ? ഞാൻ പറയാനുള്ളത് എപ്പോഴായും പറയും. എന്താണ് നിന്നോട് എന്തെന്ന് അവർക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും. എനിക്കൊക്കെ പറയാനുള്ളത് ഇതിന് മര്യാദക്കാർക്ക് ഓഫീസിന്റെ ചട്ടം പഠിപ്പിക്കുന്നത്. എന്തുമാണ് ഇതിന്റെ മര്യാദ? എന്റെ പെണ്ണിന്റെ ആ വായനാക്കുണ്ടല്ലോ, അതിവിടെ പറയാനുള്ളതല്ല. അത് നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. മിണ്ടാണ്ടിരുന്നോ? നിന്നോട് മിണ്ടാണ്ടിരിക്കാൻ ഞാൻ പറയുന്നത്. നിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. അതിപ്പോ ഇവിടെ വന്നത് വനിതാ കമ്മീഷനെ കാണാൻ അങ്ങനെ എന്താണ് വന്നേക്കുന്നത്? അതെ, വനിതാ കമ്മീഷനാണല്ലോ. നിങ്ങൾ ആണല്ലോ വന്നേക്കുന്നത്. ഞാനിപ്പോ എത്ര ഉള്ളൂ? ഞാനിവിടുത്തെ സ്റ്റാഫാ. അത് ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നമൊന്നുമില്ല മാഷ്. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നം ഇവിടെ വന്ന് നാട്ടുകാരോടൊന്നും പറഞ്ഞ് ഇവിടെ ഒന്നും കിടക്കേണ്ട കാര്യമില്ല. അത് ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ പ്രശ്നമില്ല. എന്തായാലും പ്രശ്നം ഉണ്ടല്ലോ. എന്നോട് പറയുന്നത് പ്രശ്നം എനിക്കല്ല. എല്ലാവർക്കും പ്രശ്നമാണെന്ന് നീ വിട്ടാണ് ചേച്ചി പറയാം. എന്താ പ്രശ്നം? അങ്ങനെ പറയാൻ ഇവിടെ മക്കളൊന്നും കേൾക്കേണ്ട കാര്യമില്ല. കുട്ടി കൊണ്ടുപോയിക്കേണ്ട കാര്യം ശുദ്ധമായിട്ടും ചേട്ടാ, അതിന് പ്രശ്നമുണ്ടല്ലോ. ചേച്ചി പറയാൻ ചേച്ചി പറയാൻ നമ്മുടെ പറയാൻ ചേച്ചി
രാജധാനി അതൊക്കെ വീട് ചേച്ചി പറയട്ടെ കാര്യം ചേച്ചി ബാക്കിയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സെക്കൻഡ് മണി പോണം മൂത്രം ഒഴിക്കണം ഞാൻ പറഞ്ഞില്ലേ സാറേ താൻ ഈ ഇടക്കിടക്ക് സ്വപ്നം കാണുന്ന സിനിമ അത് ശീലമായില്ലേ സാറേ എന്തായാലും കാണില്ലേ തന്നെ പ്രശ്നമല്ലേ അത് പറയാമല്ലേ വണ്ടിപ്പേരാട് വരെ പോവാം ഇപ്പൊ തന്നെ പറ്റുമോ ഞാൻ ഫോൺ നമ്പർ മറ്റുള്ളതൊന്നും പറയില്ല ചോദിക്കാൻ നിൽക്കില്ല ഇത് നേരെ വണ്ടിപ്പേരാട് പോകാം കേട്ടോ എനിക്ക് നിൽക്കില്ല ഇത് നമ്മളെ പ്രശ്നം ആരായാലും
പോകട്ടെ മേഡം. എന്താ എന്താ കാര്യം? അപ്പൊ എന്റെ കാര്യത്തിലേക്ക് പോകണം. ഇവിടെ എന്ത് പ്രശ്നം? ഓ, നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഞാനപ്പോ ഒരായിരം പരിഹാരം നിങ്ങൾ ഡിവോഴ്സ് കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ല. ആ, അപ്പൊ താനും ഡിവോഴ്സ് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുക. ഈ പ്രശ്നം തീരുമല്ലോ. ഇവരുടെ ഭർത്താവിന് മുടി കൊടുക്കാൻ ഇഷ്ടമല്ല, എനിക്കപ്പോൾ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങളുടെ കാര്യം ചെയ്യും, അയാളെ കല്യാണം കഴിക്കും. പെണ്ണുകളെ എന്റെ വായിലൊന്നും കേൾക്കരുത്. ഈ പ്രശ്നം എങ്ങനെയായി പരിഹരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാലത്തേക്ക് എന്നോട് മുള്ളി മുടി എന്ന് പറഞ്ഞു ഈ പരിഹാരം ഞാൻ പറയാം, അതുപോലെ തന്നെ അനുസരിച്ചാൽ മതി. അപ്പൊ ഈ പ്രശ്നം അവിടെ തീരും. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തീർത്തോളാം. അപ്പൊ ഞങ്ങൾക്ക് പോകട്ടെ. ഈ പൈസ എവിടെയുണ്ടോ? ഈ പൈസ എന്റെ കണ്ണിലേക്ക് പണിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. എന്തേ ആളുകളുടെ മുമ്പിൽ എവിടോ കൊടുത്താണെങ്കിൽ എന്റെ സ്വഭാവം. ഞാൻ ഓഫീസാണ്. പക്ഷെ വീട്ടിൽ വരുമ്പോൾ നീ എന്റെ ഭാര്യ നിന്റെ ഭർത്താവാണ്. നിങ്ങളുടെ ഭാര്യ ഭർത്താവാണോ? എന്നാ പിന്നെ divorce ചെയ്യാൻ ദൂരപ്പെടാ. ചേട്ടാ തവള എന്റെ തലയിൽ കെട്ടിവെച്ചതാണ് ഈ സാധനത്തിൽ. അതെ, അതെങ്ങനെയാണ് ഈ സർക്കാർ വീട് കണ്ടിട്ടാ? എന്റെ ശരി അതാണ് എനിക്ക് പറ്റിപ്പോയി. എന്റെ ഭാഷ